വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. മുൻ സർക്കാർ ദീർഘകാല കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ കരാർ റദ്ദാക്കിയത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മാനദണ്ഡം ലംഘിച്ചതിനെ തുടർന്നാണ്. അതേസമയം 2023 റദ്ദാക്കിയ കരാർ കാരണം ഇപ്പോൾ എങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഉയരുന്ന വിമർശനം. UDF അധികാരത്തിലേറി ദിവസങ്ങൾക്കകം തന്നെയാണ് കേരളത്തിൽ പവർ കട്ട് എത്തിയത്. ആദ്യം അരമണിക്കൂറിലൊതുങ്ങിയ പവർ കട്ട് പിന്നീട് 1 മണിക്കൂറിലധികം സമയത്തേക്ക് നീണ്ടു. ഇതോടെ സർക്കാരിനെതിരെ വലിയ ജനരോഷവും ഇരമ്പി. എന്നാൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ മുൻ സർക്കാരിന്റെ തലയിൽ പഴി കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രിയും അടക്കമുള്ളവർ. നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ എഗ്രിമെൻ്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടി ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. യഥാർത്ഥ വസ്തുതയെ മറച്ചുവെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രിയും കൂട്ടരും പച്ചക്കള്ളം വിളമ്പുന്നത്. 25 വർഷത്തേക്കുള്ള വൈദ്യുത കരാർ ഒപ്പിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ 2014 ശേഷം വൈദ്യുതി വാങ്ങിത്തുടങ്ങിയിരുന്നു. പിന്നീട് വന്ന LDF സർക്കാരും കരാർ പ്രകാരം വൈദ്യുതി വാങ്ങി. എന്നാൽ UDF സർക്കാർ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മാനദണ്ഡം ലംഘിച്ചാണ് ആദ്യം കരാറിൽ ഒപ്പിട്ടത്. ഇതോടെ റെഗുലേറ്ററി കമ്മീഷൻ ദീർഘകാല കരാർ റദ്ദാക്കി. കേരളം ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ പിണറായി സർക്കാർ നയപരമായ ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് കരാർ കമ്മീഷൻ പുനഃസ്ഥാപിച്ചു. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇടപെട്ട് കരാർ വീണ്ടും റദ്ദാക്കി. തുടർന്ന് LDF സർക്കാർ കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോയി. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല 2023 ശേഷം ഇപ്പോൾ മാത്രമാണ് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നതും. ഈ വസ്തുതയ്ക്ക് മുൻപിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്. എൽനിനോ പ്രതിഭാസവും മഴക്കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണമായ മറ്റൊരു സർക്കാർ കണ്ടെത്തൽ. എൽനിനോ പ്രതിഭാസ മുന്നറിയിപ്പും കാലവർഷം ദുർബലമാകുമെന്ന അറിയിപ്പും നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് കൃത്യമായ ആസൂത്രണം നടത്താത്തതാണ് നിലവിലെ പാളിച്ചയ്ക്ക് കാരണം. പവർ കട്ട് ആശുപത്രികളിലെ അടക്കം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ചികിത്സ നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഓണപരീക്ഷയ്ക്കുള്ള സമയം കൂടിയാണ് വരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി കണക്കിലെടുത്ത് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.